ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ചെന്താർമങ്ങുമുഖം ചേതന നയനയുഗം ചാരുനെറ്റിത്തടം നൽപൊന്താരിൽ കാന്തി പൊങ്ങും പ്രഭയൊടു പുരുരോമാളിയാളുന്ന ഭൂമി ചന്തത്തിൽ ജാനുവോളം വരുമരിയ കരാജ്യങ്ങളും തുങ്കഭക്ത്യ ചിന്തിച്ചുള്ളതിനേന്തി ഒരു ചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേ. വർക്കലേശ്വരി ശാരദേ പാഹി മാം, ശിവഗിരീശ്വരി ശാരദേ പാഹി മാം, വർക്കലേശ്വരി ശാരദേ പാഹി മാം, തമ്പുരാട്ടി സരസ്വതി പാഹി മാം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ കോർഡിനേറ്റർ അനിൽജി, ഗുരുക്കന്മാരെ, അഡ്മിൻ പാനൽ അംഗങ്ങളെ, എൻ്റെ സഹപഠിതാക്കളെ, കൊച്ചുമക്കളെ, ഏവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദനാമത്തിൽ വിനീത നമസ്കാരം. കർക്കിടകം 1 തുടക്കം കുറിച്ച് കന്നി 5 പരിസമാപ്തി കുറിക്കുന്ന 68 ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മോപദേശ ശതകം യജ്ഞാചരണത്തിൽ തൃപ്പാദ കടാക്ഷത്താൽ പൂജാസമർപ്പണത്തിനായി അടിയന് ലഭിച്ചിരിക്കുന്നത് കൃതിയിലെ മന്ത്രങ്ങൾ 39, 40 എന്നിവയാണ്. ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശ ശതകം. ഭഗവാന്റെ കൃതികളിൽ ദർശന തനിമ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ആത്മോപദേശ ശതകം. സ്വയം അറിയാനുള്ള ശ്രമത്തെ ഒരു സാധനയാക്കി തീർത്തിരിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാണ് ഈ കൃതിയുടെ പഠനം. സ്വന്തം ഉണ്മയുടെ രഹസ്യം അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ജീവിതത്തെ ആനന്ദമയമാക്കുകയുള്ളൂ. ജീവിതത്തെ തന്നെ അതറിയാനുള്ള ഒരു സാധനയായി രൂപാന്തരപ്പെടുത്തുവാൻ ആത്മോപദേശ ശതകം പഠിക്കുന്നതും മനനം ചെയ്യുന്നതും പ്രയോജനം ചെയ്യും. നമുക്ക് മന്ത്രങ്ങൾ 39, 40 എന്നിവ മനനത്തിനായി എടുക്കാം. അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതി വരാവിഷമാവിശേഷമൊന്നിത്തരമിവ രണ്ടു തരത്തിലായിടുന്നു. ഇതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ, അരുളിയ എന്നാൽ ഇവിടെ പറഞ്ഞ ശക്തികളെ, 2 ശക്തികളെ, അതായത് അന്യയും സമയും, തുടർന്ന് രണ്ടാം പിരിവ്, അവയുടെ ഉൾപിരിവും 2 ഉണ്ട്. ഇവയിൽ ഈ ഉൾപിരിവുകളിൽ ഏകം എന്നാൽ 1, സമതൻ വിശേഷം സമയുടെ വിശേഷമാണ്. 1 എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, മറ്റൊന്ന്. വിരതി വര അവസാനമില്ലാത്ത വിഷമാവിശേഷം, വിഷമയുടെ അല്ലെങ്കിൽ അന്യയുടെ വിശേഷമാണ്. 2 തരത്തിലായിടുന്നു. ഈ ഉൾപിരിവുകൾ 2 തരത്തിലാണ് എന്ന്. അതായത് അറിവിന്റെ വ്യാപാര മേഖലയെ ആകെ അന്യ എന്നും സമ എന്നും 2ആയി വകതിരിച്ചു കാണുന്നു. ഏതിനെയും വകതിരിച്ചു കാണുന്നതിനായി അറിവ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് സാമാന്യവും വിശേഷവും. ലോകത്തിൽ കാണുന്നതിനെയൊക്കെ വകതിരിച്ചറിയുന്നുണ്ട്. വൃക്ഷം എന്ന് പറയുമ്പോൾ അതിൽ മാവും പ്ലാവും തെങ്ങും ഒക്കെ ഉൾപ്പെടുമല്ലോ. ഇവിടെ വൃക്ഷം സാമാന്യവും മാവും പ്ലാവും ഒക്കെ അതിലെ വിശേഷങ്ങളുമാണ്. മാവ് എന്നതിനെ സാമാന്യമായി എടുത്താൽ അതിൽ വിശേഷങ്ങളായി വരുന്നതാണ് നാടൻ മാവ്, കിളിച്ചുണ്ടൻ മാവ് എന്നിങ്ങനെ ഓരോ മാവുകളുടെ പേരുകൾ. ഇംഗ്ലീഷിൽ സാമാന്യത്തെ
ജനുസ് എന്നും വിശേഷത്തെ സ്പെഷ്യസ് എന്നും വിളിക്കും. ഇങ്ങനെ ലോകത്തിലുള്ള സകലതിനെയും സാമാന്യങ്ങളായും വിശേഷങ്ങളായും കാണുമ്പോഴാണ് എല്ലാറ്റിനെയും വകതിരിച്ച് കാണുന്ന അനുഭവം ഉണ്ടാകുന്നത്. അഥവാ എല്ലാറ്റിനെയും വകതിരിച്ച് മനസ്സിലാക്കുന്ന അനുഭവത്തിന് പിന്നിൽ സാമാന്യമായ ഒരു അറിവ്, വിശേഷമായ ഒരറിവ്, ഇങ്ങനെ രണ്ടു ഭാവങ്ങൾ ചേർന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അറിവിനെ തന്നെ സമയെന്നും അന്യയെന്നും രണ്ടായി വകതിരിച്ചറിയുകയാണ്. ഈ വകതിരിച്ചറിവിലും സാമാന്യവും വിശേഷവും ഉണ്ട്. ഇതിലുമുണ്ട് അവ രണ്ടും എന്നുള്ളതാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സാമാന്യമായ സമ എന്നതിന് സവിശേഷത നൽകുന്ന ഒരംശം അതിലുണ്ട്. അതാണ് അതിലെ വിശേഷം. അതുപോലെ സാമാന്യമായ അന്യക്കുമുണ്ട് അതിൻ്റെതായ ഒരു വിശേഷം. ഈ വിശേഷങ്ങൾ സാമാന്യത്തോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അടുത്ത ശ്ലോകത്തിലാണ്, അതായത് 40-ാമത്തെ ശ്ലോകത്തിലാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 40-ാമത്തെ ശ്ലോകം ഏത് എന്ന് നോക്കാം. സമയിലും അന്യയിലും സദാപി വന്നിങ്ങമരുവതുണ്ടതിൻ വിശേഷ ശക്തി അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാലഖിലം പ്രമേയമാവും. അതായത് സമയിലും അന്യയിലും എന്ന് പറയുമ്പോൾ സമ, അന്യ എന്നീ അറിവുകളിൽ സദാപി എന്ന് പറഞ്ഞാൽ എപ്പോഴും, അതതിൻ വിശേഷ ശക്തി, അതാതിൻ്റെ വിശേഷ ശക്തി വന്ന് അമരുവതുണ്ട്, ചേർന്നു നിൽക്കുന്നുണ്ട്. അമിതയതാകിലും ഇവ അളന്നു തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലുള്ളതാണെങ്കിലും ആകെ രണ്ടിവറ്റി, ആകെയുള്ള ഈ രണ്ടു പിരിവുകളുടെ ഭ്രമകലയാൽ ചുറ്റിത്തിരിയലിന്റെ ചെറിയൊരംശം മുഖാന്തരമാണ് അഖിലം സകലതും പ്രമേയമാകും എന്ന് പറഞ്ഞാൽ അറിവിന് വിശേഷമായി തീരുന്നത്. നമ്മൾ വൃക്ഷം എന്ന് പറയുമ്പോൾ എല്ലായിനം വൃക്ഷങ്ങളും അതിൽപ്പെടും. മാവെന്ന് പറയുമ്പോൾ എല്ലായിനം മാവുകളും അതിൽപ്പെടുമല്ലോ. സാമാന്യമായ അറിവിൽ അതിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെയും സ്ഥിതി. അറിവിൻ്റെ സമ, അന്യ എന്നീ രണ്ടു ശക്തികളുടെ ഉദാഹരണങ്ങൾ അടുത്ത ശ്ലോകങ്ങളിലാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. വ്യാപകത കുറഞ്ഞത് വ്യാപകത കൂടിയതിൽ ഉൾപ്പെടും. ഇത് അറിവ് എന്നതിലെ അറിവ് എന്നത് അളന്നു തിട്ടപ്പെടുത്താനാവാത്ത വ്യാപ്തിയുള്ളതാണ്. അപ്പോൾ അറിവ് എന്നത് ഏതൊന്നിനാണോ വിശേഷമായിരിക്കുന്നത് ആ ഇത് എന്ന സമയുടെ വ്യാപ്തി എത്രയെന്ന് നിശ്ചയിക്കാനാവുകയില്ല. ഇതു കുടം, ഇതു പടം, ഇതു മരം എന്നിങ്ങനെ ഓരോന്നിനെയും വെവ്വേറെ അറിയുന്ന അന്യ എന്ന അറിവിനും അവസാനമില്ല. കാരണം അങ്ങനെ എണ്ണി എടുക്കാവുന്നതിന് അവസാനമേ ഇല്ല. അതായത് സമയും അന്യയും അമിതയാണ്, രണ്ടു തരത്തിലാണെന്ന് മാത്രം. രണ്ടും അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത തരത്തിലാണ്. ഇങ്ങനെയുള്ള സമ, അന്യ എന്നീ രണ്ടു ശക്തികൾ അറിവ് എന്ന പരമസത്യത്തിൽ സദാ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ചുറ്റിത്തിരിയലും അളന്നു തിട്ടപ്പെടുത്താനാവുകയില്ലല്ലോ. ആ ചുറ്റിത്തിരിയലിന്റെ ചെറിയൊരംശം മാത്രമാണ് നമ്മുടെ പ്രപഞ്ചാനുഭവമായി തീർന്നിരിക്കുന്നത്. അതായത് പ്രമേയമായ, അതായത് അറിവിന് വിഷയമായ സകലതും ആ ഒരു ചെറിയൊരംശത്തിൽ പെട്ടുപോകുന്നു. അറിവിൻ്റെയും അതിൻ്റെ ശക്തികളുടെയും വ്യാപ്തി അപാരമെന്നേ പറയാൻ പറ്റൂ. മുന്നിലിരിക്കുന്ന ഒരു വസ്തു നാം കാണുന്നു. നമുക്കുണ്ടാകുന്ന ആ അനുഭവത്തിൽ, അതായത് ഒരു വസ്തു അവിടെ ഇരിക്കുന്നു എന്ന അനുഭവത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ ഒരു ഭ്രമകല മാത്രമാണോ സത്യമായിരിക്കുന്നത്? അല്ല. ആ വസ്തുവിന് സ്വന്തമായ ഉണ്മയുണ്ടോ? ബോധത്തിന്റെ ഭ്രമകലയെയും ആ വസ്തുവിന്റെ ഉണ്മയെയും വസ്തുവിനെ സംബന്ധിച്ചുള്ള അനുഭവത്തെയും വെവ്വേറെ സത്യങ്ങളായിട്ടല്ല, ഒരേ സത്യത്തിന്റെ തന്നെ ഭിന്നമായ പ്രതീതികളായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സത്യമാണ് ആത്മാവ്. അതാണ് ഞാൻ എന്ന ഉണർവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതാണ് 39, 40 മന്ത്രങ്ങളിലെ അർത്ഥം. ചെറിയ ഒരു അർത്ഥം എന്ന് മാത്രമേ പറയാനാവൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.